തിരുവനന്തപുരത്ത് വളരെ സമർത്ഥരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. എല്ലാവർക്കും പാർലമെൻറ്റ് പരിചയമുള്ള ആൾക്കാരാണ്. 2 പേര് ലോക്സഭയിൽ വന്നിട്ടുള്ള ആളാണ്. രാജീവ് ചന്ദ്രശേഖർ 18 വർഷമായിട്ട് രാജ്യസഭയിൽ ഉള്ളയാളാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം നല്ല മികച്ച പാർലമെൻറ്റേറിയൻസ് തന്നെയാണ്. ഇവിടെ ഒരു പക്ഷേ ഈ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ തന്നെ മറ്റ് പെറ്റി വിഷയങ്ങളെയൊക്കെ തന്നെ ഉപയോഗിക്കാമായിട്ടും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്യാമ്പയിനിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അത് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിഷൻ ഡോക്യുമെൻറ്റിലാണെങ്കിലും ആ രീതിയിലാണത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്ന് സാധാരണ ഒരു എം പിയെ പോലെ പറയാം. 2, ജയിച്ചു വന്നാൽ അദ്ദേഹം ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മാറാൻ സാധ്യതയുള്ള ആളാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി എന്തൊക്കെ ചെയ്യാം എന്നുകൂടി അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷൻ ഡോക്യുമെൻറ്റിൽ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അതാണ്, അതിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു മാപ്പ് കൊടുത്തതിന് ശേഷം അതിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളെയും അടയാളപ്പെടുത്തിയിട്ട് ഓരോ സ്ഥലത്തും ഞാൻ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സാധാരണ നിലയിൽ ഒരു എം പിയെ കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളല്ല. ഒരുപക്ഷെ ഒരു എം പിക്ക് ശ്രമിക്കാം. പക്ഷേ ഇദ്ദേഹം ഇവിടെ പറയുന്നതിൻ്റെ ഒരു ബാക്കിംഗ് എന്ന് പറയുന്നത് 3ാമതും BJP സർക്കാർ വരും അധികാരത്തിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ബാക്കിങ്ങോടുകൂടി എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയും. അതല്ല എങ്കിൽ ഒരിക്കലും നെയ്യാറ്റിൻകരയിൽ എയിംസ് കൊണ്ടുവരും എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അതേപോലെ പാറശാലയിൽ പുതിയൊരു ടെക്നോ പാർക്ക് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ബാക്കിങ്ങോട് കൂടിയിട്ടാണ്. അപ്പോൾ ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഒരു താരതമ്യത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ ആ താരതമ്യം എന്ന് പറയുന്നത് ശശി തരൂരിൻ്റെ ഡോക്യുമെൻ്റാണ്. ശശി തരൂരിൻ്റെ ഇതേപോലെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 15 വർഷമായിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള എം പിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ വിഷൻ ഡോക്യുമെൻറ്റിൽ അടുത്ത 5 വർഷത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യും എന്നതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. നേരെ മറിച്ച് കഴിഞ്ഞ 15 വർഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഇത് വളരെ ദൈർഘ്യമേറിയ ഒരു ഡോക്യുമെൻ്റാണ്. അതിൽ തന്നെ മത്സരാർത്ഥിയുടെ ഏറ്റവും വലിയൊരു പരാജയവും പരിമിതി എന്ന് പറയുന്നത് തന്നെ ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് എൻ്റെ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് അങ്ങ് പറയുന്നത് ശ്രമിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതിലൊരു രസകരമായ കാര്യം, ഇതിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, പുതിയ തീവണ്ടി സർവീസുകൾ കൊണ്ടുവന്നു എന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 പോയിന്റിൽ പറയുന്നത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സും മാംഗ്ലൂരു സെൻട്രൽ തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സുമാണ്. ഇതെങ്ങനെയാണ് ഒരു എം പിക്ക് അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ട് പറയാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. തിരുവനന്തപുരം കായംകുളം സെക്ഷനിലെ വേഗപരിധി 100 കിലോമീറ്ററിൽ നിന്ന് 110 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. ഇത് റെയിൽവേയുടെ ഒരു നേട്ടമാണ്, അല്ലാതെ ഒരു എം പിയുടെ നേട്ടമല്ല. അതേപോലെ തന്നെ വൈദ്യുതവൽക്കരണ പ്രവൃത്തികളുടെ കാര്യത്തിൽ 12.81 കിലോമീറ്റർ നീളത്തിൽ സൈഡിംഗ് ജോലികൾ പൂർത്തിയാക്കി. ഇത് റെയിൽവേയുടെ പ്ലാനാണ്. ഇത് എം പിയുടെ ഡോക്യുമെന്റ് ആണോ അതോ റെയിൽവേയുടെ ഡോക്യുമെന്റ് ആണോ സംശയം? ഇത് എം പിയുടെ ഡോക്യുമെൻ്റാണ്. ഇതിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള, അത് ഈ പറഞ്ഞിരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതാണ്ട് 104 പുതിയ കോച്ചുകൾ തിരുവനന്തപുരത്തേക്ക് വരുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ട്രെയിനുകളിൽ കൂട്ടിച്ചേർത്തു. ഇത് ഒരു എം പി ചെയ്യേണ്ടുന്ന കാര്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവനന്തപുരം സൗജന്യ വൈഫൈ സേവനം, അതൊക്കെ റെയിൽവേ കൊടുക്കുന്ന സേവനങ്ങളാണ്. അപ്പോൾ ഇതിലെവിടെയാണ് ഒരു എം പിയുടെ റോൾ? അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ ടെർമിനൽ 1ലും 2ലും യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതിയ 2 ലൗഞ്ചുകൾ തുറന്നു. ഇതൊരു എം പി ചെയ്യുന്ന കാര്യമല്ല. ഓൺലൈൻ ടാക്സി സേവനം നടപ്പാക്കി. ഇതിലൊരു എം പിയുടെ പങ്ക് എന്താണ്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ തുറന്നു. എം പി എന്ത് ചെയ്തു? റീറ്റെയിൽ F&B ഔട്ട്ലെറ്റുകൾ 21ൽ നിന്ന് 80ലേറെയായി വർദ്ധിപ്പിച്ചു. ഇതൊക്കെ ചെയ്യുന്നത് ആ എയർപോർട്ട് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുമായിട്ട് ചേർന്ന് കേന്ദ്ര സർക്കാർ ഇവരൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരിടത്ത് 2024-29 കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യും എന്ന രീതിയിലുള്ള പദ്ധതികൾ, ഓരോരോ നിയമസഭാ മണ്ഡലങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ള പദ്ധതികൾ, മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളെ എല്ലാം തന്നെ തിരുവനന്തപുരത്തുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയും അടുത്ത 5 വർഷത്തേക്ക് ഒന്നും പറയാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ഏതാണ്? വലിയ കബളിപ്പിക്കലല്ലേ? ഞാനതാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഒരു തിരുവനന്തപുരത്തെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു ഫ്രീ റൈഡിന് കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ ശശി തരൂരിൻ്റേതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കിയാൽ ബാഴ്സലോണ ട്വിൻ സിറ്റി പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിനെ പറ്റി ഇതിൽ വീണ്ടും എഴുതിയിട്ടുണ്ട്. 15 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം വീണ്ടും അതിൽ പറയുകയാണ്. വീണ്ടും പറയുന്നത് എന്താണ്? അദ്ദേഹം ഇനിയും പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ എന്ന രീതിയിലാണ്. പൂർത്തിയാക്കാത്തത് എന്നല്ല,
ഇനിയും പൂർത്തിയാക്കാനുള്ളത്. അതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് 2010 2009 കൊണ്ടുവന്നതിന് ശേഷം 2010 കൂടി മൃതി അടഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയെപ്പറ്റി അദ്ദേഹം 14 വർഷം കഴിഞ്ഞതിന് ശേഷം അതേ അപ്ഡേറ്റ് വീണ്ടും ഇതിൽ പറയുകയാണ്. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന കൂടുതൽ ഒരു അർബൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതിൽ തന്നെ തീരദേശവും ഒക്കെ തന്നെ കൂടുതൽ അർബനൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വരുന്ന ഒരു സ്ഥലത്തുള്ള വോട്ടർമാരോട് ഇത് പറയാൻ പാടില്ല. അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറയുന്നതിന് പകരം കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ആ റോഡാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, അതാണ് പൂർത്തിയായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ പദ്ധതിയാണ്? ഇപ്പോൾ അതിൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വന്ന ഇപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ ഹൈവേ ആണെങ്കിലും പിന്നെ അതുപോലെ റെയിൽവേ വികസനമാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ നേരിട്ടുള്ള രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ട് കേരളത്തിലും തിരുവനന്തപുരത്തിലും വന്നിട്ടുള്ള വികസനത്തെ സ്വന്തം നേട്ടമായിട്ട് അവകാശപ്പെട്ട് പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതെ, ഇപ്പം രാജീവിനെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് 3-4 നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളുള്ളത്. ഒന്ന്, സ്വാഭാവികമായിട്ടും അദ്ദേഹം ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരത്തിനുണ്ട്, ആദ്യത്തെ ആളെന്നുള്ള ഒരു പൊതു കാര്യം. 2, അദ്ദേഹം ഓൾറെഡി ഒരു കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. അതും യുവതലമുറയ്ക്ക് ഏറ്റവും താല്പര്യമുള്ള, അവർക്ക് വലിയ പ്രതീക്ഷയുള്ള IT പോലൊരു മേഖലയിൽ ഒരു മന്ത്രിയാണ്. രാജ്യമെമ്പാടും 95% പേര് മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലേറും. അതുകൊണ്ട് ഇദ്ദേഹം ഇനി ജയിച്ചു പോയാൽ കേന്ദ്രമന്ത്രിയാകുമോ എന്നുള്ള സംശയത്തിനൊന്നും വകയില്ല. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത മട്ടിലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പിന്നെ മോദി, അമിത്ഷാ, നദ്ദ, മറ്റ് കേന്ദ്രമന്ത്രിമാർ ഇവരെല്ലാവരും കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് പ്രചരണത്തിന്, റോഡ് ഷോയ്ക്കും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ ബാക്കിങ്ങോടും കൂടിയാണ്, എല്ലാ പിന്തുണയോടും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് മാത്രമല്ല ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകേണ്ടതാണ്. അതാണ് ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.